ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ദുബായ് ഹാർബർ ഏരിയയിൽ ബോട്ടിന് തീപിടിച്ചു. ഇന്ന് രാവിലെ ഫ്യൂവൽ സ്റ്റേഷന് സമീപമാണ് സംഭവം. രാവിലെ 11:50ഓടെയാണ് ഇത് സംബന്ധിച്ച വിവരം ദുബായ് സിവിൽ ഡിഫൻസിന് ലഭിക്കുന്നത്. തീപിടുത്ത വിവരം അറിഞ്ഞ ഉടൻ തന്നെ അഗ്നിശമന സേനാ സംഘങ്ങൾ സംഭവസ്ഥലത്തെത്തി. തുടർന്ന് സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും തീ അണയ്ക്കാനുമുള്ള നടപടികളും ആരംഭിച്ചു. 1 മണിക്കൂറിനകം തന്നെ തീപിടുത്തം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി. അതേസമയം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. തീപിടുത്തത്തിന്റെ കാരണം അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല. യുഎഇയിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധന ജനുവരി 1 മുതൽ ശക്തമാക്കും. 4 മാസത്തെ പൊതുമാപ്പ് 31-ന് അവസാനിക്കാനിരിക്കെയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ്, പോർട്ട് സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. പൊതുമാപ്പ് ഉപയോഗിക്കാത്തവർ ഉടൻ നടപടി പൂർത്തിയാക്കി താമസം നിയമവിധേയമാക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചു. ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് വിരലടയാളം രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്നും അതിനാൽ വൈകിയെന്ന് കരുതി നിയമലംഘകർ പൊതുമാപ്പിൽ നിന്ന് പിന്മാറരുതെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ഡിസംബർ 31-ന് മുമ്പ് രേഖകൾ നിയമവിധേയമാക്കി മുഴുവൻ നിയമലംഘകരും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ആവശ്യപ്പെട്ടു. അപേക്ഷകരുടെ തിരക്ക് കാരണം നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് പൊതുമാപ്പ് നീട്ടുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 മാസങ്ങളിൽ അപേക്ഷകരുടെ എണ്ണം മുൻപത്തേക്കാൾ കുറവായിരുന്നു. അതിനാൽ ഇനി പൊതുമാപ്പ് നീട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. പൊതുമാപ്പിൽ രാജ്യം വിടുന്നവർക്ക് ഏത് സമയത്തും പുതിയ വിസയിൽ രാജ്യത്തെത്താവുന്നതാണ്. അതേസമയം ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന പരിശോധനയിൽ പിടിക്കപ്പെടുന്നവർ നിയമലംഘന കാലയളവിലെ മുഴുവൻ പിഴയും അടയ്ക്കേണ്ടി വരും. കൂടാതെ ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തും. നിയമലംഘകർക്ക് താമസവും ജോലിയും നൽകുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കും. പൊതുമാപ്പ് ഉപയോഗപ്പെടുത്തിയവരിൽ 80%-ത്തിലേറെ പേർ രേഖകൾ നിയമവിധേയമാക്കി യുഎഇയിൽ തന്നെ തുടരുന്നുണ്ട്. 20% പേർ മാത്രമാണ് രാജ്യം വിട്ടത്. കഴിഞ്ഞ ആഴ്ചയിൽ സൗദി സുരക്ഷാ സേന രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നടത്തിയ പരിശോധനയിൽ 23,194 അനധികൃത താമസക്കാരെ അറസ്റ്റ് ചെയ്തു. ഡിസംബർ 19 മുതൽ ഡിസംബർ 25 വരെയുള്ള കാലയളവിൽ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത ഫീൽഡ് സെക്യൂരിറ്റി പരിശോധനയിലാണ് അറസ്റ്റ് നടന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അറസ്റ്റിലായവരിൽ 13,083 പേർ റെസിഡൻസി നിയമലംഘകരും 6,210 പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും 3,901 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായവരിൽ 41% യമൻ പൗരന്മാരും 57% എത്യോപ്യൻ പൗരന്മാരും 2% മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുമാണ്. അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 57 പേരെയും അറസ്റ്റ് ചെയ്തു. അതേസമയം നിയമലംഘകരെ കടത്തിവിടുകയും അഭയം നൽകുകയും ജോലിക്ക് നിയമിക്കുകയും ചെയ്ത 23 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റിലായവർ ശിക്ഷാ നടപടികളുടെ ഭാഗമായി നിലവിൽ വിവിധ ഘട്ടങ്ങളിലായി നിയമ നടപടികൾക്ക് വിധേയരാവുകയാണ്. രാജ്യത്തിലേക്കുള്ള വ്യക്തികളുടെ നിയമവിരുദ്ധമായ പ്രവേശനത്തിന് സൗകര്യമൊരുക്കുന്നവർക്ക് 15 വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ചെറിയ തീർത്ഥാടനമായ ഉംറ നിർവഹിക്കാൻ രാജ്യത്തെത്തുന്ന തീർത്ഥാടക ലക്ഷങ്ങൾക്ക് മക്കയിലെ ഗ്രാൻഡ് മോസ്കിൽ സൗജന്യമായി ലഗേജ് സൂക്ഷിക്കുന്നതിനുള്ള പുതിയ സൗകര്യം സൗദി അധികൃതർ ഒരുക്കുന്നു. സൗദി ജനറൽ അതോറിറ്റി ഫോർ കെയർ ഓഫ് ദി ഹോളി മോസ്ക് ഇസ്ലാമിന്റെ ഏറ്റവും പുണ്യസ്ഥലമായ ഗ്രാൻഡ് മോസ്കിന്റെ അങ്കണത്തിലെ 2 സ്ഥലങ്ങളിലാണ് തീർത്ഥാടകർക്കായി സൗജന്യ ലഗേജ് സൂക്ഷിപ്പ് സംവിധാനം ആരംഭിച്ചിരിക്കുന്നത്. മസ്ജിദുൽ ഹറമിന്റെ മുറ്റത്തിന്റെ കിഴക്ക് ഭാഗത്ത് മക്ക ലൈബ്രറിക്കും പടിഞ്ഞാറൻ മുറ്റത്തിനും സമീപമാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് സൗദി ജനറൽ അതോറിറ്റി അധികൃതർ അറിയിച്ചു. തീർത്ഥാടകർക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സൗദി ജനറൽ അതോറിറ്റി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നുസുക് ആപ്പ് വഴി നൽകിയ ഉംറ പെർമിറ്റ് ഹാജരാക്കുന്ന തീർത്ഥാടകരുടെ ബാഗേജുകൾ മാത്രമേ ഇവിടെ സൂക്ഷിക്കാൻ കഴിയൂ. ആയതിനാൽ ബാഗേജ് വയ്ക്കുന്ന സമയത്ത് പെർമിറ്റ് ഹാജരാക്കണം. കൂടാതെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ലഗേജിൽ നിരോധിത വസ്തുക്കളോ വിലപിടിപ്പുള്ള വസ്തുക്കളോ ഉണ്ടാവരുതെന്ന വ്യവസ്ഥയുമുണ്ട്.
പരമാവധി 4 മണിക്കൂർ സമയത്തേക്ക് മാത്രമേ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കൂ. എന്ന് മാത്രമല്ല, ബാഗുകൾ മാത്രമാണ് ഇവിടെ സൂക്ഷിക്കാൻ അനുവദിക്കുക. ബാഗിൽ ഭക്ഷണമോ മരുന്നോ സൂക്ഷിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെന്നും അതോറിറ്റി അറിയിച്ചു. കൂടാതെ ഓരോ ബാഗിന്റെയും ഭാരം 7 കിലോഗ്രാമിൽ കൂടരുത്. തീർത്ഥാടകർ തങ്ങളുടെ ലഗേജുകൾ തിരികെ എടുക്കാൻ വരുന്ന സമയത്ത് ഡെലിവറി കാർഡ് ഹാജരാക്കേണ്ടതുണ്ടെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. നിലവിൽ 2 സ്ഥലങ്ങളിൽ മാത്രമാണ് തീർത്ഥാടകർക്കായി സൗജന്യമായി ലഗേജ് സൂക്ഷിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളതെങ്കിലും ഗ്രാൻഡ് മോസ്കിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും ലഗേജ് സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ. അധികം താമസിയാതെ കൂടുതൽ ആക്സസ് പോയിന്റുകളിൽ ഇവ സ്ഥാപിക്കുമെന്നും അതോറിറ്റി അറിയിച്ചു. ഈ പുതിയ സംവിധാനം വരുന്നതോടെ ബാഗുമായി ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിലെ പ്രയാസം ഒഴിവാക്കാനും സുഖകരമായി കർമ്മങ്ങൾ നിർവഹിക്കാനും തീർത്ഥാടകർക്ക് സാധിക്കും. വർഷം മുഴുവനും നടക്കുന്ന ഉംറ സീസൺ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സമാപനത്തെ തുടർന്ന് ജൂൺ അവസാനത്തോടെയാണ് ആരംഭിച്ചത്. യുഎഇയിലെ എമിറേറ്റായ ഉമ്മുൽ ഖുവൈനിൽ നേരിയ ഭൂചലനം. അതേസമയം പ്രകമ്പനമോ അപകടങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. കേന്ദ്രത്തിലെ നാഷണൽ സീസ്മിക് നെറ്റ്വർക്ക് സ്റ്റേഷനുകൾ പ്രകാരം ശനിയാഴ്ച യുഎഇയിൽ റിക്ടർ സ്കെയിലിൽ 2.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. ഉമ്മുൽ ഖുവൈനിലെ ഫലജ് അൽ മുഅല്ല മേഖലയിൽ പ്രാദേശിക സമയം വൈകുന്നേരം 5:51 ഭൂചലനം അനുഭവപ്പെട്ടത്. ഭൗമോപരിതലത്തിൽ നിന്നും 4 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ ഉറവിടമെന്നും അധികൃതർ വ്യക്തമാക്കി. റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം ഈ ഭൂചലനത്തിന്റെ എന്തെങ്കിലും പ്രതിഫലനങ്ങൾ പ്രദേശത്ത് അനുഭവപ്പെട്ടിട്ടില്ലെന്നും ആഘാതമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും NCM അറിയിച്ചു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭൂചലന മാപ്പിനുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് അപ്പോൾ റിപ്പോർട്ട് ചെയ്യുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കൂട്ടിച്ചേർത്തു. അതേസമയം കഴിഞ്ഞ സെപ്റ്റംബർ 22 അൽ ഫുജൈറയിലെ ദിബയിലെ അൽ റഹീബ് മേഖലയിൽ 1.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം രേഖപ്പെടുത്തിയിരുന്നു. അന്നുണ്ടായ ഭൂചലനം പ്രദേശത്തെ ആളുകൾക്ക് നേരിയ തോതിൽ അനുഭവപ്പെട്ടെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ അതുണ്ടാക്കിയിട്ടില്ലെന്നും വ്യക്തമാക്കി. അതിന് തൊട്ടു മുമ്പ് സെപ്റ്റംബർ 1 ഫുജൈറയിലെ മസാഫി മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനവും അനുഭവപ്പെട്ടിരുന്നു. ഇതിനു മുമ്പ് ഓഗസ്റ്റ് 18 ദിബ തീരത്ത് 3.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രേഖപ്പെടുത്തിയതാണ് അടുത്ത കാലത്തെ ഏറ്റവും ശക്തമായ ഭൂചലനം. UAE പ്രധാന ഭൂകമ്പ മേഖലയിൽ അല്ല സ്ഥിതി ചെയ്യുന്നതെങ്കിലും ലോകത്തിലെ ഏറ്റവും ഭൂകമ്പ സാധ്യതയുള്ളതും സജീവമായ സീസ്മിക് ചലനങ്ങളുള്ളതുമായ പ്രദേശങ്ങളിലൊന്നായ സാഗ്രോസ് പർവ്വതനിരയുടെ സാമീപ്യം കാരണം ഇടയ്ക്കിടെ ചെറിയ ഭൂചലനങ്ങൾ അനുഭവപ്പെടുക സാധാരണമാണെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.